ഒരു വിരൽത്തുമ്പിലെ സ്പർശനം കൊണ്ട് ജീവൻ തിരികെ പിടിക്കുന്നവർ. വിശ്രമമില്ലാത്ത പകലുകൾക്കും ഉറക്കമില്ലാത്ത രാവുകൾക്കും ഒടുവിൽ മാസാവസാനം കൈപ്പറ്റുന്നതോ തുച്ഛമായ ഒരു തുക. എന്നാൽ ഇതേ മലയാളി നഴ്സുമാർ കടൽ കടന്ന് കാനഡയിലോ ഓസ്ട്രേലിയയിലോ എത്തിയാൽ ജീവിതം തന്നെ മാറിമറിയുന്നു. എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ചോര നീരാക്കുന്ന നമ്മുടെ നഴ്സുമാർക്ക് അർഹമായ വേതനം നൽകാതെ കേരളം വഞ്ചിക്കുന്നത്? കാനഡയിലും ഓസ്ട്രേലിയയിലും ലഭിക്കുന്ന ലക്ഷങ്ങളുടെ ശമ്പളം കേരളത്തിൽ വെറുമൊരു വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നതിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? കേവലം സംഘടനകളുടെ ബലക്കുറവ് മാത്രമല്ല ഇതിന് പിന്നിൽ. ഉയർന്ന വിദ്യാഭ്യാസവും ആത്മാർത്ഥതയും ഉണ്ടായിട്ടും കേരളത്തിലെ നഴ്സിംഗ് മേഖലയിൽ എന്തുകൊണ്ട് അർഹമായ വേതനം ലഭിക്കുന്നില്ല? വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സാധാരണ മലയാളി നഴ്സിന് കാനഡയിലും ഓസ്ട്രേലിയയിലും ലഭിക്കുന്ന ലക്ഷങ്ങളുടെ ശമ്പളം എന്തുകൊണ്ട് കേരളത്തിൽ വെറുമൊരു സ്വപ്നം മാത്രമാകുന്നു? ഇന്ത്യയിലെയും വിദേശത്തെയും ആരോഗ്യ മേഖലയുടെ ഘടനയും നിയമവ്യവസ്ഥകളും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളാണ് ഈ ശമ്പള അന്തരം സൃഷ്ടിക്കുന്നത്. കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നഴ്സുമാരുടെ ശമ്പളം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ കൃത്യമായ മിനിമം വേതന വ്യവസ്ഥകളും ശമ്പള സ്കെയിലുകളും നിലനിൽക്കുന്നു. സ്വകാര്യ ആശുപത്രികൾക്ക് പോലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിയമപരമായി കഴിയില്ല. കൂടാതെ ഈ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖല ഭൂരിഭാഗവും സർക്കാർ ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കേരളത്തിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത് ഭൂരിഭാഗവും സ്വകാര്യ ആശുപത്രികളാണ്. സർക്കാർ തലത്തിൽ ശമ്പള പരിഷ്കരണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. കാനഡയിലും ഓസ്ട്രേലിയയിലും നഴ്സുമാർക്ക് വലിയ ഡിമാൻഡ് ഉള്ളപ്പോൾ തന്നെ അവിടുത്തെ കർശനമായ ലൈസൻസിംഗ് പരീക്ഷകൾ മൂലം യോഗ്യത നേടുന്നവരുടെ എണ്ണം പരിമിതമാണ്. എന്നാൽ കേരളത്തിൽ ഓരോ വർഷവും 10,000-കണക്കിന് നഴ്സിംഗ് ബിരുദധാരികളാണ് പഠിച്ച് പുറത്തിറങ്ങുന്നത്. തുടക്കക്കാർക്ക് അനുഭവ പരിചയം അത്യാവശ്യമായതിനാൽ തുച്ഛമായ ശമ്പളത്തിൽ പോലും ജോലി ചെയ്യാൻ ഇവിടെ ആളുകൾ തയ്യാറാകുന്നു. ഈ അമിത ലഭ്യത ശമ്പളം കുറച്ചു നിർത്താൻ മാനേജ്മെന്റുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ശമ്പളക്കുറവ് വിദേശത്തേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് നഴ്സുമാർ ജോലി ചെയ്യുന്നതും ഇവിടെ വിലപേശൽ ശേഷി കുറയ്ക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ നഴ്സിംഗ് യൂണിയനുകൾ അതീവ ശക്തവും ദേശീയ തലത്തിൽ സ്വാധീനമുള്ളവയുമാണ്. എന്നാൽ കേരളത്തിലെ സംഘടനകൾ പല തട്ടുകളിലായി ഭിന്നിച്ചു നിൽക്കുന്നത് പലപ്പോഴും അവരുടെ വിലപേശൽ ശക്തിയെ ദുർബലമാക്കുന്നു. വേതന വർധനവുണ്ടാകുമ്പോൾ ചികിത്സാ ചിലവ് കൂടുമെന്നതും ജനരോഷമുണ്ടാകുമെന്നതുമാണ് കർശന നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത്. കേരളത്തിലെ നഴ്സുമാരുടെ ശമ്പളത്തിൽ കാര്യമായ മാറ്റം വരണമെങ്കിൽ സംഘടനകളുടെ ഏകോപനവും നഴ്സിംഗ് കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണവും മിനിമം വേതന നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും അനിവാര്യമാണ്. ചുരുക്കത്തിൽ കാനഡയും ഓസ്ട്രേലിയയും പോലുള്ള രാജ്യങ്ങൾ ശക്തമായ നിയമങ്ങളിലൂടെയും സർക്കാർ ഫണ്ടിങ്ങിലൂടെയും നഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ കേരളത്തിൽ അത് ഫ്രീ മാർക്കറ്റിന്റെയും അമിത ലഭ്യതയുടെയും ചൂഷണങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഇടത്താവളമായി മാത്രം സ്വന്തം നാടിനെ കാണാൻ ഇവിടുത്തെ നഴ്സുമാരെ നിർബന്ധിതരാക്കുന്നത് ഈ ശമ്പള വിവേചനമാണ്. നഴ്സിംഗ് സംഘടനകളുടെ ശക്തമായ ഏകോപനത്തിലൂടെയും സേവന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള ഏകീകൃത ശമ്പള പരിഷ്കരണത്തിലൂടെയും മാത്രമേ ഈ കോവിഡ് കാല മാലാഖമാർക്ക് സ്വന്തം മണ്ണിൽ മികച്ച ജീവിത സാഹചര്യവും അർഹിക്കുന്ന അംഗീകാരവും ഉറപ്പാക്കാൻ സാധിക്കൂ. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുമോ? അതോ ഇവിടുത്തെ ആരോഗ്യരംഗത്തെ കരുത്ത് മുഴുവൻ വിദേശ രാജ്യങ്ങൾക്ക് നമ്മൾ തീരെഴുതി കൊടുക്കേണ്ടി വരുമോ? കാനഡയിലെ മലയാളി ശബ്ദം.